സഞ്ജയ് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അഡ്മിറ്റിന് എഴുതിയിരുന്നു. പെട്ടെന്നാണ് ഓഫീസിൽ നിന്നും സഞ്ജയ്ക്കൊരു കോള് വന്നത്. മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് അവൻ ആലോചിച്ചു. കുറച്ച് സമയം തൻ്റെ മനസ്സിൽ മീറ്റിങ്ങും ഓഫീസും ഒന്നും ഉണ്ടായിരുന്നില്ല. ബോധം കെട്ട് കിടന്നവളുടെ മുഖം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. അതെന്തേ അങ്ങനെ? അവൻ സ്വയം ചോദിച്ചു. സർ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലേ? ഫോൺ എടുത്തപ്പോൾ തന്നെ ആദ്യം അനുഗ്രഹയുടെ ആ ശബ്ദമാണ് കാതിലേക്ക് എത്തിയത്. ഇല്ലടോ, പറ്റിയില്ല. എനിക്ക് ചെറിയൊരു പനി പോലെ. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് ഭയങ്കര ബോഡി പെയിനും ഒട്ടും എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി പോയി. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് സഞ്ജയ്ക്ക് തോന്നിയത്. അവരുടെ മെയിൽ വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഓക്കെ. അപ്പോൾ ശ്രുതി എവിടെ സർ? അനുഗ്രഹയുടെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയുമെന്ന് ഒരു നിമിഷം സഞ്ജയ് ശങ്കിച്ചു പോയി. ആ കുട്ടി ഇവിടെയുണ്ട്, ചായ വാങ്ങാൻ പോയിരിക്കുക. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാ. ഓക്കെ സർ, ഓക്കെ, ഞാൻ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ ശ്രുതിക്കരികിലേക്ക് നടന്നിരുന്നു. അവളെ റൂമിൽ കിടത്തിയിരിക്കുകയാണ്. കയ്യിൽ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. ആള് നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്ക് ഞെട്ടുന്നത് കാണാം. നന്നായി പേടിച്ചിട്ടുണ്ട് പാവം. ആ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവന് വല്ലാത്തൊരു വാത്സല്യം തോന്നി, ഒപ്പം നിഷ്കളങ്കതയും. നൈർമല്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഇതിനോടകം 3-4 തവണ അവൾ ഉറക്കത്തിൽ ഞെട്ടുന്നത് അവൻ കണ്ടു. ആ സമയങ്ങളിലെല്ലാം അവളുടെ കയ്യിലിട്ടിരുന്ന ട്രിപ്പ് ട്യൂബ് വെച്ച് കൈ ശക്തിയായി പിന്നിലേക്ക് പോകും. അപ്പോൾ ട്രിപ്പിലേക്ക് രക്തം കയറും. ഇതിപ്പോൾ 2-3 തവണ ഇങ്ങനെ തന്നെ ആവർത്തിച്ചു. നേഴ്സ് വന്ന് അത് മാറ്റും. ഉറക്കത്തിനിടയിൽ എന്തൊക്കെയോ മനസ്സിലാവാതെ പിച്ചുമ്പേയും പറയുന്നുണ്ട്. വീണ്ടും അവൾ ഞെട്ടിയപ്പോൾ അവൻ അവളുടെ കൈക്ക് മുകളിലേക്ക് തൻ്റെ കൈകൾ വെച്ചു. ഇതുവരെ അറിയാത്തൊരനുഭൂതി പെട്ടെന്ന് അവനിൽ വന്നു നിറഞ്ഞു. ഒരു റോസാപ്പൂവിതളിൽ തൊടുന്നത് പോലെ. അത്രയും നനുത്തതായിരുന്നു ആ കരങ്ങൾ. അതൊന്നും ചേർത്ത് പിടിക്കാൻ അവന് തോന്നി. ഇടയ്ക്ക് അവൾ ഞെട്ടുകയും അവൻ കൈകളിൽ പിടിക്കുകയും ഇത് ചെയ്തുകൊണ്ടിരുന്നു. കുറേ തവണ ഈ പ്രക്രിയ ആവർത്തിച്ചു. ഇതിനിടയിൽ എപ്പോഴോ അവൾ കണ്ണുകളൊന്ന് തുറന്നു. ഒരു നിമിഷം സഞ്ജയ് ഒന്ന് ആശ്വസിച്ചിരുന്നു. എന്നാൽ ആ ചിന്ത അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവനെ കണ്ടതും അവൾ അലറി വിളിക്കുകയായിരുന്നു ചെയ്തത്. എന്നെ ഒന്ന് ചെയ്യല്ലേ പ്ലീസ്, ഉപദ്രവിക്കരുത്. അത്രയും പറഞ്ഞ് പെട്ടെന്ന് അവളുടെ ബോധം നഷ്ടമായി. ആ ഒരു സംഭവം അവളെ നന്നായി ഉലച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഡോക്ടർ വന്ന് കുഴപ്പമില്ലെന്നും ആ സംഭവത്തിൻ്റെ ഷോക്കിലാണ് എന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അടുത്ത നിമിഷം അവൾ ഇതുപോലെ ഉണർന്ന് അലറുകയും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴും ചെയ്തപ്പോൾ അല്പം മടിച്ചാണെങ്കിലും സഞ്ജയ് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ തോളിൽ ചേർത്ത് തന്നോട് അവളെ ചേർത്ത് നിർത്തിയപ്പോൾ അവനും ഒരു വല്ലായ്മ തോന്നിയിരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെ ആദ്യമായി കാണുന്നത് പോലെ. അവൾ ബോധത്തിലല്ലെന്ന് അവന് തോന്നി. ഒന്നുമില്ല, പേടിക്കേണ്ട, ഞാനില്ലേ. തന്നെ ആരും ഒന്നും ചെയ്യില്ല. ഞാനുള്ളപ്പോൾ തനിക്കൊന്നും സംഭവിക്കില്ല. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു. ആ വാക്കുകളുടെ ശക്തിയിലോ ആ സ്പർശനത്തിൻ്റെ അനുഭൂതിയിലോ അവൾ ആ നിമിഷം തന്നെ സുഖമായി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൻ അവളെ വീണ്ടും കട്ടിലേക്ക് കിടത്തി. കരുതലും സ്നേഹവും നിറഞ്ഞ നിമിഷം. അവന് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയിലായിരുന്നു സഞ്ജയ് അപ്പോൾ. വിവേകമല്ല തന്നെ നയിക്കുന്നത്, ഉള്ളിൽ ഉറിഞ്ഞുകൂടുന്ന ഏതോ വികാരമാണ്. പക്ഷേ അതിൻ്റെ പേരറിയില്ല. കടൽ പോലും മനസ്സ് എന്തൊക്കെയോ ഒളിച്ചു പിടിക്കും പോലെ. ഹൃദയത്തിൽ എന്തൊക്കെയോ നിറങ്ങൾ മഴവില്ല് തീർക്കുന്നു. സന്ധ്യയോടടുത്തപ്പോഴാണ് ശ്രുതി കണ്ണു തുറന്നത്. കണ്ണുകൾ തുറന്നതും ആദ്യം താൻ എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. കുറച്ചു നേരം എടുത്താണ് ആശുപത്രിയിലാണെന്ന് അവൾക്ക് മനസ്സിലായത്. അരികിൽ തന്നെ ഒരു കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്ന സഞ്ജയെ അവൾ കണ്ടു. എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് അവൾക്കൊന്ന് ഓർമ്മിച്ചെടുത്തു. കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് അവളിലൊരു ഭയം നിറച്ചു. എന്താണ് തനിക്ക് സംഭവിച്ചത്? മുറിയിൽ വെച്ച് അവരെന്താണ് തന്നെ ചെയ്തത്? ആ ചിന്തയായിരുന്നു അപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത്. ചിന്തിക്കും തോറും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കണ്ണു തുറന്ന് സഞ്ജയ് കാണുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ശ്രുതിയെയാണ്. അവൻ ഭയന്നു പോയിരുന്നു. നെഞ്ചൊന്ന് പിടച്ചു. എന്തുപറ്റി? ആവലാതിയോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്കെന്താണ് സർ പറ്റിയത്? അവരെന്നെ. കരച്ചിലിൻ്റെ മുമ്പോടിയായി അവൾ ചോദിച്ചു. താൻ പേടിക്കേണ്ട, പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. പിന്നെ തന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. തൻ്റെ റൂമിൻ്റെ മുൻപിൽ സിഗരറ്റ് കണ്ടപ്പോൾ ഏകദേശം ഉറപ്പായി. പിന്നെ ഞാൻ റിസപ്ഷനിൽ വിളിച്ച് അവരെല്ലാവരും കൂടി പെട്ടെന്ന് വന്ന് റൂം തല്ലിപ്പൊളിച്ച് അകത്തു കയറിയത്. അപ്പോഴേക്കും തൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവന്മാരെ രക്ഷപ്പെടുകയും ചെയ്തു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്കൊരല്പം ആശ്വാസം തോന്നി. ഇനി സംശയമുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചോ.
ഞാൻ വല്ലാതെ പേടിച്ചു പോയി സർ. അവരെ പെട്ടെന്ന് മുറിയിലേക്ക് കയറി വരുമായിരുന്നു. എനിക്കൊന്ന് ഒച്ച വയ്ക്കാൻ പോലും സമയം കിട്ടിയില്ല. സാറ് വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആകെ ആശ്വാസം സാറ് പെട്ടെന്ന് വരുമല്ലോ എന്നായിരുന്നു. ബോധം പോകുന്ന സമയത്തു ഞാൻ പ്രതീക്ഷിച്ചത് സാറിൻ്റെ ഒരു വിളിയായിരുന്നു. ആ മറുപടി ഹൃദയത്തിൽ എന്തൊക്കെയോ സ്ഫോടനം തീർക്കുന്നത് പോലെ തോന്നി. താൻ നന്നായി പേടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ വന്നിട്ടിങ്ങനെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. എക്സ്ട്രീംലി സോറി. തൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഞാൻ ഒരുക്കമാണ്. അവൾ ആദ്യമായാണ് സഞ്ജയുടെ അത്തരമൊരു ഭാവം കാണുന്നത്. അവൻ ഇതുവരെ ഇത്രയും താണ് ആരോടും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അയ്യോ സർ, എന്തിനു സോറി പറയുന്നത്? ഏതോ ഗുണ്ടകൾ ചെയ്ത തെറ്റിന് സാറ് സോറി പറയേണ്ട ആവശ്യമില്ല. ഉണ്ട് ശ്രുതി, എൻ്റെ കൂടെ വരുമ്പോൾ തൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ കടമയാണ്. ഞാനത് ശരിക്കും ചെയ്തില്ല. അത് വലിയ തെറ്റ് തന്നെയാണ്. താൻ ഇന്നലെ രാത്രി കഴിച്ചതല്ലേ? പിന്നെ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വരാം. അയ്യോ, സാറ് പോയി വാങ്ങാണോ? ഞാനും കൂടി വരാം. ക്യാൻറ്റീനിലിരുന്ന് കഴിക്കാലോ. എനിക്ക് വേണ്ടി ഫുഡ് സാറിനെ കൊണ്ട് വാങ്ങിപ്പിക്കാമെന്ന് പറഞ്ഞാ അതിലൊന്നൊരു കുഴപ്പമില്ല. തനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വേണോ? ആ, ഒരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നല്ല ക്ഷീണമുണ്ട്. ശരി. അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം തന്നെയായിരുന്നു ഒരു നേഴ്സ് അകത്തേക്ക് വന്നത്. ആഹാ, എഴുന്നേറ്റോ? ക്ഷീണമൊക്കെ പോയോ? നേഴ്സ് മലയാളത്തിൽ പറഞ്ഞപ്പോൾ അവൾക്കും ആശ്വാസം തോന്നിയിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എന്തായിരുന്നു, വന്നപ്പോൾ നന്നായി പേടിച്ചല്ലോ. ഉറക്കത്തിൽ കിടന്നിട്ട് ഞെട്ടി. ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോകാൻ തുടങ്ങി. നേഴ്സിൻ്റെ ആ വെളിപ്പെടുത്തൽ കേട്ട് അവൾ അമ്പരന്ന് പോയിരുന്നു. താൻ ഇത്രയും സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത്. ആണോ? പിന്നല്ലാതെ. സാറിന് എന്തൊരു ക്ഷമയായിരുന്നു. ഓരോ വട്ടവും സാറല്ലേ മേഡത്തിനെ ആശ്വസിപ്പിച്ചത്. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കേട്ടോ. രാവിലെ മുതൽ ഈ സമയം വരെ ഭക്ഷണം പോലും കഴിക്കാതെ മേഡത്തിൻ്റെ അടുത്തു നിന്ന് മാറിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് അവർ ഒരു സിറിഞ്ചെടുത്ത് മരുന്ന് നിറച്ചപ്പോൾ ശ്രുതിയും അമ്പരന്ന് പോയിരുന്നു. ഈ നിമിഷം വരെ അവൻ തനിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാതിരുന്നുവെന്ന വിവരം അവളെ അത്രത്തോളം ഞെട്ടിപ്പിച്ചിരുന്നു. അവന് തന്നോട് ദേഷ്യമായിട്ടുണ്ടായിരിക്കുമെന്നായിരുന്നു ആ ഒരു നിമിഷം അവൾക്ക് തോന്നിയിരുന്നത്. ഒരു ഡിസ്പോസിബിൾ ഗ്ലാസിന് മുകളിൽ ടിഷ്യൂ പേപ്പറും ഒപ്പം ഒരു പാർസലും പൊതിഞ്ഞുകൊണ്ട് വരുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. എഴുന്നേറ്റിരിക്കാൻ അവൾ ഒരു ശ്രമം നടത്തി. താൻ അവിടെ കിടന്നു. അത്രയും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചതിനു ശേഷം അവൻ തലയിലെടുത്ത് അവൾക്കിരിക്കാൻ പാകത്തിന് വെച്ചു. ശേഷം അല്പം മടിയോടെയാണെങ്കിലും അവളെ അതിലേക്ക് ചേർത്തിരുത്തി. അറിയാതെ അവനെ തന്നെ ഉറ്റുനോക്കിപ്പോയിരുന്നു അവൾ. അവൻ്റെ കണ്ണുകളിൽ തെളിമയോടെ തൻ്റെ മുഖം. അത്രയും അരികിൽ ആദ്യമായാണ് നിൽക്കുന്നത്. ശരീരത്തിൽ നിന്ന് ഏതോ വില കൂടിയ പെർഫ്യൂമിൻ്റെ ഗന്ധം. സാറിന് ബുദ്ധിമുട്ടായി അല്ലേ? അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. മറുപടിയൊന്നും പറഞ്ഞില്ല. ചായ കുടിക്കാൻ അവളുടെ കൈകളിലേക്ക് ഗ്ലാസ് വെച്ച നിമിഷമാണ് അവളുടെ കൈകൾ വിറയിൽ അവൻ കണ്ടത്. ഇന്നലെ ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചവളാണ്. ഇന്ന് പകലൊന്നും കഴിച്ചില്ല. ആ ഗ്ലാസ് പിടിക്കാൻ പോലും അവൾക്ക് ആരോഗ്യമില്ലെന്ന് അവന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഗ്ലാസ് നേരെ അവളുടെ ചുണ്ടോടടുപ്പിച്ചു. ഒരു നിമിഷം അവളും ഒന്ന് അമ്പരന്ന് പോയിരുന്നു. അവനെ തന്നെ അവൾ നോക്കിയിരുന്നു. അവൻ്റെ മിഴികളും ആ നിമിഷം അവളുടെ മിഴികളുമായി കോർത്തു പോയിരുന്നു. ആ നിമിഷം തൻ്റെ ഉള്ളിലിരുന്ന വികാരത്തിൻ്റെ പേര് അവൻ അറിയില്ലായിരുന്നു. ഒരു പ്രത്യേക അനുഭൂതിയുടെ മാന്ത്രിക വലയത്തിലാണ് താനെന്ന് അവന് തോന്നി. പേരറിയാത്ത ഒരു അനുഭൂതിയുടെ തേരിലാണ് താൻ. ഗൗരവത്തിൻ്റെ വാൽമീകം ഭേദിച്ച് ഏതോ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ താൻ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ. കൈവിറക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാൻ. ഒരുപാട് നേരം അവളുടെ നോട്ടത്തെ നേരിടാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ പറഞ്ഞത്. അല്പം ചമ്മലോടെയാണെങ്കിലും അവൻ ചുണ്ടോടടുപ്പിച്ച ചായക്കപ്പ് അവൾ രുചിച്ചു നോക്കിയിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം അവൾക്ക് തോന്നിയിരുന്നു. അതുവരെ ബലക്ഷയം നേരിട്ട ശരീരത്തിന് ഒരു ഉന്മേഷം വരുന്നത് പോലെ. ഭക്ഷണം എന്തെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ വീണ്ടും ക്ഷീണിക്കും. പ്ലെയിൻ ദോശ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് മരുന്ന് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഭക്ഷണം കഴിക്കണം. അതും പറഞ്ഞൊരു പൊതി അവൾക്ക് നേരെ അവൻ നീട്ടി. അത് തുറന്നപ്പോൾ തന്നെ പ്ലെയിൻ ദോശയുടെയും വെങ്കായ സാമ്പാറിൻ്റെയും ഗന്ധം അവളുടെ നാസികത്തുമ്പിലേക്ക് ഇരച്ചു കയറി. ഒപ്പം നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും. സാറൊന്നും കഴിച്ചില്ലല്ലോ, സാർ ആദ്യം കഴിക്ക്. ഞാൻ കഴിച്ചോളാം. ഇപ്പോൾ താൻ കഴിക്ക്. സാർ രാവിലെ മുതലൊന്നും കഴിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിക്കുക? ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് കൂട്ടിരുന്ന ആളല്ലേ. താൻ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പോയി കഴിച്ചോളാം, പോരെ? ഇപ്പോൾ താൻ കഴിക്ക്. ചെറുചിരിയോടെ അവൻ പറഞ്ഞു. പിന്നീട് എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല. ആദ്യമായാണ് അവനെ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഒന്ന് കാണുന്നത്.
തന്നെ പരിചയപ്പെട്ടിട്ടിപ്പോൾ മാസങ്ങളായിരിക്കുന്നു. ഇതിനിടയിൽ നന്നായി ഒന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവമാണ്. അല്ലെങ്കിൽ വിഷാദത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടതുപോലെ. ഉള്ളിൽ ആരോടും പറയാത്ത എന്തൊക്കെയോ വേദനകൾ അവൻ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ അത് ചോദിക്കാനും മാത്രമുള്ള അടുപ്പം ഞങ്ങൾക്കിടയിൽ ഇല്ലല്ലോ. പതിയെ അവൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു കൗതുകത്തോടെ തന്നെ അവൻ നോക്കിയിരുന്നു. ആദ്യം പരിചയപ്പെട്ട നിമിഷം മുതൽ അവളുടെ ചെയ്തികളെ വീക്ഷിക്കുന്നതിൽ താൻ കണ്ടെത്തുന്ന ആനന്ദം, അത് തന്നിൽ നിറയ്ക്കുന്ന കൗതുകം, അതെന്താണ് എന്ന് അവന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ ഓരോ പ്രവൃത്തികളും അത്രമേൽ സൂക്ഷ്മമായി തൻ്റെ കണ്ണുകൾ ഒപ്പിയെടുക്കാറുണ്ട്. അവർ ഹൃദയത്തിലേക്ക് പകർത്തി എഴുതാറുണ്ട്. ആദ്യമായി കണ്ട നിമിഷം മുതലേ ഓരോ സംഭവങ്ങളും വളരെ ചാതുരതയോടെയാണ് ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് പലമുര മനസ്സിനോട് ചോദിച്ചതാണ്. ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം മനസ്സ് നൽകിയിട്ടില്ല. ഭക്ഷണം കഴിച്ചതു കഴിഞ്ഞതും അവളെ അവൻ തന്നെയാണ് പിടിച്ച് കൈകഴുകാനായി കൊണ്ടുപോയത്. എൻ്റെ ക്ഷീണമൊക്കെ മാറി, ഇനി സാറ് പോയി ഭക്ഷണം കഴിച്ചിട്ട് വായോ. ഞാൻ പോയാൽ തൻ്റെ അടുത്ത് ആരുമില്ലല്ലോ. ആവലാതി ആധിപത്യം നേടിയ മറുപടി. സാറിപ്പോൾ ക്യാൻറ്റീനിൽ പോയപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ ഇരുന്നത്. തൊട്ടപ്പുറത്ത് നഴ്സുണ്ടല്ലോ. മാത്രമല്ല ഇവിടെ വന്നൊരു സിസ്റ്റർ മലയാളിയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞോളാം. സാറ് ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത് എനിക്കൊരു വിഷമമാണ്. ശരി, ഞാൻ കഴിച്ചിട്ട് വരാം. അത്രയും പറഞ്ഞവൻ പുറത്തേക്കിറങ്ങി. അവളും ചിന്തിക്കുകയായിരുന്നു അവനെക്കുറിച്ച്. ഗൗരവം നിറഞ്ഞ മുഖത്തോടെ മാത്രമേ കണ്ടിട്ടുള്ള ഒരുവൻ. തൻ്റെ കാര്യത്തിൽ അവനിപ്പോൾ കാണിക്കുന്ന കരുതൽ, അത് അവളിൽ ഒരു പ്രത്യേക ആനന്ദം നിറച്ചിരുന്നു. അവൻ്റെ ഉള്ളറിയാൻ മനസ്സ് തുടിക്കുന്നു. ഉള്ളിൽ ആരോടും പറയാതെ അവൻ മണിച്ചിത്ര താഴിട്ട് പൂട്ടിവെച്ചിരിക്കുന്ന വിഷമങ്ങളുടെ മുറി തുറക്കാനും അവിടെ അവനെ വേദനിപ്പിക്കുന്ന പൊടി പിടിച്ച് കിടന്ന ഓർമ്മകളെ പൂർണ്ണമായും തൂത്തുതുടച്ച് അവനിൽ സാന്ത്വനം പകരുവാനും അവളുടെ ഉള്ളം കൊതിച്ചു. അവനെ അറിയാൻ തോന്നുന്നു, അവനിലെ വേദനകളെ, അവനിലെ ഇഷ്ടങ്ങളെ. അങ്ങനെ അവനോട് സംബന്ധിക്കുന്നവയെക്കുറിച്ച് എല്ലാം അറിയാനുള്ള ഒരു കൗതുകം അവളിൽ ഉടലെടുത്തു. എന്താണ് തനിക്ക് സംഭവിക്കുന്നത്? എന്തിനാണ് താനിങ്ങനെ ചിന്തിക്കുന്നത്? ഈ ചോദ്യങ്ങൾ മനസ്സിൻ്റെ ഒരു ഭാഗം ചോദിക്കുന്നുണ്ടെങ്കിലും മറുഭാഗം അവനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള ഒരു പിടിവലിയിലാണ് ഇപ്പോൾ തനിക്കുള്ളിൽ നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ബോധമനസ്സ് അവനെക്കുറിച്ച് എന്തിനറിയണമെന്ന് തിരക്കുമ്പോൾ ഉപബോധ മനസ്സ് അവൻ തനിക്ക് ആരെല്ലാമോ ആണെന്ന് പറയാതെ പറയുന്നു. താൻ കണ്ണു തുറന്നപ്പോൾ ഏറെ ആവലാതിയോടെ തന്നെ നോക്കിയ മുഖം, താനൊന്ന് കരഞ്ഞപ്പോൾ പരിഭ്രാന്തിയോടെ തന്നെ ആശ്വസിപ്പിച്ച മുഖം, തനിക്ക് വേണ്ടി മാത്രം ഒരു പകൽ മുഴുവൻ ഭക്ഷണം പോലും കഴിക്കാതെ മാറ്റിവെച്ചവൻ, അവൻ തനിക്ക് ആരാണ്? അല്ലെങ്കിൽ തൻ്റെ ആരാകണമെന്നാണ് മനസ്സിപ്പോൾ വാശി പിടിക്കുന്നത്. അത്രയും പ്രിയപ്പെട്ട ഒരാൾ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ, അതോ ഹൃദയത്തിൻ്റെ കൈവശാവകാശം സ്വന്തമാക്കിയവനോ? ആ ചോദ്യം മനസ്സിൽ ഉടക്കിയ നേരം ശക്തമായൊരു ഞെട്ടൽ ശ്രുതിയിലുണ്ടായി. എന്തൊക്കെയാണ് താൻ ചിന്തിച്ചു കൂട്ടുന്നത്? അവൻ തൻ്റെ മേലുദ്യോഗസ്ഥൻ മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ തന്നിൽ അവൻ എന്തോ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. തനിക്ക് വേണ്ടി അവൻ പരിഭ്രാന്തിപ്പെട്ടിട്ടുണ്ടാകുമോ? ഇക്കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ ഒരിക്കലെങ്കിലും തനിക്ക് വേണ്ടി അവനിൽ പ്രാർത്ഥന നിറഞ്ഞിട്ടുണ്ടാകുമോ? തൻ്റെ അവസ്ഥയിൽ അവൻ ആദി പൂണ്ടിട്ടുണ്ടാകുമോ? അങ്ങനെ അവൻ്റെ ഉള്ളറുകൾ അറിയാൻ അവളിൽ ഒരു മോഹമുണർന്നു. തെറ്റാണെന്ന് ശക്തമായ ബോധ്യമുണ്ടെങ്കിലും അത് അംഗീകരിച്ചു തരാൻ വികാരം അനുവദിക്കുന്നില്ല. വിവേകത്തിന് യാതൊരു സ്ഥാനവുമില്ലെന്ന് വികാരം അടിവരയിട്ട് ഉറപ്പിക്കുന്നു. മനസ്സ് കൈവിട്ട് തുടങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതി. ഒടുവിൽ ആ സത്യത്തെ അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ ആരോ പ്രവേശിച്ചിട്ടുണ്ട്. മായിച്ചാലും മറച്ചാലും തന്നിൽ നിന്ന് അകന്നു പോകില്ലെന്ന വാശിയോടെ ആ രൂപം അവിടെ തെളിയുന്നുണ്ട്. ആ രൂപത്തിനപ്പോൾ സഞ്ജയുടെ മുഖമായിരുന്നു. ആ കണ്ണുകളിലപ്പോൾ അടങ്ങാത്ത പ്രണയമായിരുന്നു.